കള്ളപ്പരാതിയും കള്ളി എന്ന പരിഹാസവും വ്യാജ ആരോപണങ്ങളും ജസീലയ്ക്ക് താങ്ങാവുന്നതിലും അപ്പുറമുള്ള വേദനയായിരുന്നു. പിന്നീട് പോലീസിൻ്റെ വേട്ടയാടലും സമൂഹത്തിൻ്റെ ഒറ്റപ്പെടുത്തലും അവളെ മാനസികമായി കൂടുതൽ തളർത്തി. കാസർഗോഡ് നാൽത്തടുക്കിയിലെ ജസീലയെ ആരാണ് മരണത്തിലേക്ക് തള്ളിവിട്ടത്? യഥാർത്ഥ കുറ്റവാളികളെ പോലീസ് പല രീതിയിൽ സംരക്ഷിക്കാൻ നോക്കിയതാണ്. എന്നാൽ സമരവും പ്രതിഷേധവും ഉയർന്നതോടെ ഒടുവിൽ പോലീസ് നടപടി സ്വീകരിച്ചിരിക്കുന്നു. ആൺസുഹൃത്തിൻ്റെ മാതാവ് ആയിഷയെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് വിദ്യാനഗർ പോലീസിൻ്റെ നടപടി. സ്വർണമാല മോഷ്ടിച്ചുവെന്നാരോപിച്ചതിനെ തുടർന്നുണ്ടായ മനോഭിഷമത്തിൽ നാൽത്തടുക്ക സ്വദേശിനി ജസീല ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് ആൺസുഹൃത്തിന്റെ മാതാവ് ആയിഷ അറസ്റ്റിലായത്. വിദ്യാനഗർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി മണിക്കൂറുകളോളം നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ജസീലയുടെ മരണത്തിൽ പോലീസ് അന്വേഷണം അട്ടിമറിക്കുന്നുവെന്നാരോപിച്ച് കുടുംബവും ആക്ഷൻ കമ്മിറ്റിയും രംഗത്തെത്തിയിരുന്നു. 2 ആഴ്ച പിന്നിട്ടിട്ടും അന്വേഷണം എങ്ങുമെത്താത്ത സാഹചര്യത്തിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകാനായിരുന്നു ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം. ഈ സാഹചര്യത്തിലാണ് കേസിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത്. ജസീലയുടെ ആൺസുഹൃത്ത് അഫ്രിദിയുടെയും അറസ്റ്റിലായ മാതാവ് ആയിഷയുടെയും മൊബൈൽ ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് ആയിഷയെ അറസ്റ്റ് ചെയ്തത്. ഏതായാലും ഒരു പ്രതിനെ ഇത്രയും 15 ദിവസത്തിന് ശേഷം ഒരു പ്രതിനെ അറസ്റ്റ് ചെയ്തു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. അന്വേഷണ സംഘത്തോട് പൂർണ്ണമായിട്ട് സഹകരിച്ച് തന്നെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഞങ്ങൾക്കുണ്ടായിരുന്ന ആശങ്ക എന്ന് പറയുന്നത് ഈ അഫ്രീദി എന്ന് പറയുന്ന ഈ ഇന്ന് അറസ്റ്റ് ചെയ്ത സ്ത്രീയുടെ മകൻ ഇതില് വലിയൊരു പാർട്ടാണ്. എന്ന് പറഞ്ഞെങ്കിൽ അവന്റെ കയ്യിൽ സ്വർണം മോഷ്ടിച്ചത് ഗൂഢാലോചന മാത്രമല്ല, ഈ ഇവളെ മാനസികമായി തകർക്കുന്നതിൽ ഇവന്റെ വീഡിയോസ് ഫോട്ടോസൊക്കെ ഉണ്ട് എന്നുള്ള വ്യാജ പ്രചരണങ്ങൾ നാട്ടിൽ ഭർത്താവിന്റെ മറ്റു പലരും പ്രചരിപ്പിച്ചു. കോടതിയിൽ ഹാജരാക്കിയ ഇവരെ റിമാൻഡ് ചെയ്തു. തുടർന്ന് ആയിഷയെ കാഞ്ഞങ്ങാട് വനിതാ ജയിലിലേക്ക് മാറ്റി. മോഷണക്കുറ്റം ആരോപിച്ചതിൽ മനംനൊന്ത് കഴിഞ്ഞ 15-ാം തീയതിയാണ് ജസീല എലിവിഷം കഴിച്ചത്. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഫെബ്രുവരി 20-നാണ് മരണം. നിരപരാധിയാണെന്ന് കരഞ്ഞു പറയുന്ന വീഡിയോ ചിത്രീകരിച്ച ശേഷമാണ് ജസീല ജീവനൊടുക്കിയത്. ചെയ്യാത്ത തെറ്റിന്റെ പേരിലാണ് താൻ അപമാനം നേരിടേണ്ടി വന്നതെന്നാണ് വീഡിയോ സന്ദേശത്തിൽ ജസീല പറയുന്നത്. പോലീസിൽ പരാതി നൽകാൻ ശ്രമിച്ചെങ്കിലും സ്വീകരിച്ചില്ലെന്നും ജസീലയുടെ വീഡിയോയിൽ പറയുന്നു. ആൺസുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് 9.5 പവൻ സ്വർണം നഷ്ടപ്പെട്ടു എന്ന പരാതിയിൽ ആദൂർ പോലീസ് ജസീലയെ വിളിപ്പിച്ച് ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ സംഭവത്തിൽ ജസീലയുടെ പങ്ക് തെളിയിക്കാനായില്ല. സ്വർണമോഷണം പോയതായി പരാതി നൽകിയത് വ്യാജമാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് പ്രധാനമായും അന്വേഷണം നടക്കുന്നത്. ആൺസുഹൃത്തിന്റെ മാതാവിനെ അറസ്റ്റ് ചെയ്തതിലൂടെ ജസീല കേസ് പുതിയൊരു വഴിത്തിരിവിലേക്ക് കടന്നിരിക്കുകയാണ്. ആൺസുഹൃത്തിനെയും പോലീസ് ചോദ്യം ചെയ്തേക്കുമെന്നാണ് വിവരം. KV ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.